ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹ്നാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ വാ നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിന്. അതിനെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിന്. അതിന് ശേഷം നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അത് മുട്ടയിൽ വെച്ചും ചെയ്യാം, മൈദയിൽ വെച്ചും ചെയ്യാം. മുട്ടയാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഞാനിവിടെ മൈദയിൽ വെച്ചാണ് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതുപോലെ നല്ല ലൂസാക്കിയിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കറി ലീവ്സ് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളൂ. ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡിനെ ബാറ്ററിൽ ഇടുമ്പോൾ വേഗം മുക്കിയെടുക്കണം. നല്ലോണം വെറ്റായാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. മൈദയ്ക്ക് പകരം മുട്ടയാണെന്നുണ്ടെങ്കിൽ മുട്ടയെ നല്ലോണം കലക്കിയെടുത്തിട്ട് ഇതെല്ലാം അതിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അങ്ങനെ ഒരു സൈഡ് കളർ ചേഞ്ച് ആയാൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കളർ ചേഞ്ച് ആയാൽ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സെർവ് ചെയ്യുന്നത് കെച്ചപ്പും മയണൈസും കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ മയണൈസ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ മയണൈസും മറ്റേ സൈഡിൽ കെച്ചപ്പും ആക്കി കൊടുത്തിന്. ഇനി അതിൻ്റെ മേളിലോട്ട് നമുക്ക് മറ്റൊരു സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.